രാത്രി ഒരു പൊതിയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ ആകെ ഒന്ന് കൊണ്ട് കൊടുക്കാൻ പോകണമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കില്ല. നമ്മൾ ആകെ ഒന്നും കൊടുക്കാറൊന്നുമില്ല, നമ്മൾ വേസ്റ്റ് കളയാൻ പോയതാണ്. എന്നിട്ട് നമ്മളിതാ മുഖപ്പേറിലുള്ള ആലിസ് ബസാർ എന്നുള്ള സൂപ്പർ മാർക്കറ്റ്, നമ്മളെപ്പോഴും ഇവിടെയാണ് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. ഇവിടെ കേരള റൈസ് എന്ന് ചോദിച്ചാൽ കിട്ടും, 50 രൂപയാണ്. കേരള റൈസ് വാങ്ങിച്ച് പിന്നെ 2 സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മുട്ടായിലെ ഏരിയയിലോട്ട് പോയി. മുട്ടായിലെ ഏരിയ കണ്ട നമുക്ക് ഒരുപാട് മുട്ടായികളൊക്കെ ഉണ്ട്, വെറൈറ്റീസ്. ഹുഡിയൊക്കെ ഇട്ടുണ്ടോ ഇതേപോലെ എടുത്തിടാം. പക്ഷേ തമിഴന്മാർ അടിയിൽ നിന്ന് ചൊന്നൊന്നൊരു അടിയാണ്. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ പോവല്ലേ, പൈസ ഉണ്ടെങ്കിൽ കൊടുത്ത് വാങ്ങുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അപർണ എന്നെ വലിച്ചുകൊണ്ട് നേരെ 2ാമത്തെ ഫ്ലോറിൽ കൊണ്ടുപോയി. അവിടെ നമ്മളൊരു ഇൻഡക്ഷൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തിരുന്നു. അതെന്തെന്ന് അറിയാൻ പോയി. പറഞ്ഞ വഴിക്കാണ് നോക്കണ്ടൊക്കെയപ്പം മറ്റേ ചൈനക്കാർ ഉപയോഗിക്കണേ വീശ അറിയണ്ട്. ഞാൻ അങ്ങനെ എടുത്ത് വീശി നോക്കി. വില കണ്ടപ്പോൾ പിന്നെ വീശാൻ തോന്നിയില്ല, അങ്ങ് തിരിച്ച് വെച്ച്. 10-300 രൂപ എന്തിനാണ് അതിന് വില, ചുമ്മാ എന്തിന് വീശി പൈസ കളയണേ. ഞങ്ങളങ്ങനെ ബ്രെഡും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ബില്ലിങ്ങിന് പോയി നിന്ന്. അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെന്നൈയിൽ നെരിച്ച മഴ. അപൂർവ കാഴ്ചകളാണ് ഇപ്പം, എന്നാലും കണ്ടോ.